സോ അങ്ങനെ കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളൊരു 4-0 4 ഗോളും ഒരു ക്ലീൻ ഷീറ്റും ഷുഡ് ഹാവ് ഈസിലി വിൻ 6-0 7-0 ഈസി ആയിട്ട് ജയിക്കാൻ ആക്കാരുന്ന ഒരു കളി. നമ്മൾ പറയത്തില്ല വയറും നിറഞ്ഞോ മനസ്സും നിറഞ്ഞോ എന്ന് പറയത്തില്ല, അമ്മാതിരി രീതിയിൽ ഒരു കളി. സോ മാച്ചിലോട്ട് നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് 20-25 മിനിറ്റ്സ് ഇറ്റ് വാസ് എ കയോട്ടിക് ഗെയിം. നമ്മുടെ കൺട്രോളിലല്ലായിരുന്നു ഗെയിം. ഫസ്റ്റ് 20 മിനിറ്റ്സിനോ മറ്റോ ഒക്കെ നമുക്ക് 75% പൊസിഷനോട് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഒറ്റ ഷോട്ടാണ് എടുത്തത്, അത് ഓൺ ടാർഗറ്റ് അല്ലായിരുന്നു. ഞാൻ നമ്മൾ നോക്കുവാണെങ്കിൽ ആസ് യൂഷ്വൽ ഫ്രാങ്കി ഡിയോങ് ആ ഒരു എന്നാ പറയുക ഡിഫൻസിലോട്ട് ഇറങ്ങി വരുന്നു. ആളാണെങ്കിൽ അനാവശ്യമായിട്ട് മിഡ്ഫീൽഡിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം സാവി മേഡ് ടാക്ടിക്കൽ സ്വിച്ച്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫ്രാങ്കി ഡിയോങ്ങിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഇന്നത്തെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. ഫ്രാങ്കി ഡിയോങ്ങിനെ ആള് പുഷ് ചെയ്തു, ആ ബിൽഡപ്പ് ഫേസിലോട്ട് ഇറങ്ങി വരുന്നത് നിർത്തി. ഈ ട്രസ്റ്റഡ് അറോഹോ, കുബാർസി ആൻഡ് ജൂൾസ് കുണ്ട്, എസ്പെഷ്യലി കുബാർസി, അത് തന്നെ പറഞ്ഞ് തുടങ്ങിയേ പറ്റും. സോ നമ്മളെ ഇന്നലെ ഗോൾസും മറ്റുമൊക്കെ അടിച്ചു കൂട്ടിയെങ്കിലും 17 വയസ്സേ ഉള്ളൂ. സോ 17-ാം വയസ്സിൽ 16, 15, 16, 17 വയസ്സുള്ള അറ്റാക്കേഴ്സ് ഒക്കെ ഇറങ്ങി തകർന്ന് നമ്മൾ കാണാറുണ്ട്. കാരണം ഫ്ലെയർ പവറാണ്, മിസ്റ്റേക്സ് വരുത്താം, അനുവദനീയമാണ്. നമ്മൾ യമാലിനെയൊക്കെ കാണുന്നു. പക്ഷെ 17-ാം വയസ്സിൽ ടീമിൽ ഒരു ഇന്റഗ്രൽ പാർട്ടാകുക ഫോർ എ സെന്റർ ബാക്ക് ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട്. ഒരു സെന്റർ ബാക്കിന് ടീമിൽ ഇന്റഗ്രൽ പാർട്ടാകുക 17-ാം വയസ്സിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം മിസ്റ്റേക്സ് വരുത്തിയാൽ അവന്റെ കരിയർ തന്നെ തീരത്തക്ക രീതിയിലുള്ള സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുകയും ആളെ വലിച്ചു കീറുകയും ചെയ്യും. നമ്മൾ ഈ സപ്പോർട്ടേഴ്സ് പോലും അല്ലേ, ഒരു 17-ാം വയസ്സ് ഡിഫൻഡേഴ്സ് കാനോട്ട് മേക്ക് ദാറ്റ് മിസ്റ്റേക്ക് 17-ാം വയസ്സിൽ. സോ ഇന്നലെ ജെറാഡ് പീക്കോ ഒക്കെ പോസ്റ്റ് മാച്ചിൽ അതാണ് പറഞ്ഞത്. സോ കുപ്പാർസി ടീമിന് കൊടുക്കുന്ന ആ കോൺഫിഡൻസ്, ഈവൻ യമാലിനൊപ്പം അഥവാ യമാലിനെക്കാളും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു പ്ലെയർ ആണ് കുബാർസി. കാരണം ഈ ഒരു ഏജിൽ ആ ഒരു സെന്റർ ബാക്ക് ആയിട്ട് കളിക്കുക, പ്രോബബ്ലി നമ്മുടെ ബെസ്റ്റ് സെന്റർ ബാക്ക് എന്ന രീതിയിൽ ചില മാച്ചസിൽ പെർഫോം ചെയ്യുക. 17-ാം വയസ്സിലും പുള്ളി കാണിക്കുന്ന മെച്യൂരിറ്റി ഓൺ ദ ബോൾ, ഇന്റർസെപ്ഷൻസ്, എബിലിറ്റി ടു റീഡ് ദ ഗെയിം ആൻഡ് എസ്പെഷ്യലി ടു ക്യാരി ദ ബോൾ ഫ്രം ദ ബാക്ക്. ഇന്നലത്തെ മാച്ചിൽ പുള്ളി ചെയ്തത് ട്രസ്റ്റഡ് കുബാർസി, ട്രസ്റ്റഡ് ജൂൾസ് കുണ്ടെ, ട്രസ്റ്റഡ് അറോഹു, എസ്പെഷ്യലി ജൂൾസ് കുണ്ടെ ആൻഡ് കുബാർസി. നമുക്ക് രണ്ട് അത്യാവശ്യം ബോൾ പ്ലേയിങ് അബിലിറ്റി ഉള്ള പ്ലേയേഴ്സ് ഉണ്ട് ബാക്കിൽ. സോ ഫ്രാങ്കി ഡിയോങ്ങിനെ കൂടെ ഇപ്പൊ ലാസ്റ്റ് മാച്ചിനെ ഞാനാണെങ്കിൽ നാപ്പിളിക്ക് അഗൈൻസ്റ്റ് പറഞ്ഞു ഡീപ്പിലോട്ട് വരുത്തിയിട്ട് വീണ്ടും ഒരു ഫോർത്ത് മാൻ ഇട്ടിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ മിഡ്ഫീൽഡ് അങ്ങനെ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ചെയ്യും. കാരണം ജൂൾസ് കൊണ്ട് എന്തായാലും ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് കയറാൻ പോകുന്നില്ല. ആൻഡ് ഫ്രാങ്കി ഡിയോങ് അറ്റ് ഹിസ് ബെസ്റ്റ് വെൻ പുള്ളിക്ക് മിഡ്ഫീൽഡിൽ വെച്ച് ബോൾ റിസീവ് ചെയ്ത് മിഡിൽ നിന്ന് ഫൈനൽ തേർഡിലോട്ടുള്ള ക്യാരി പ്രോബ്ലി ഈസ് ദ ബെസ്റ്റ് ഇൻ അവർ ടീം. സോ ഇന്നലെ സംഭവിച്ച തന്നെ കുബാർസി ജൂൾസ് കൊണ്ടുവരും വിശ്വസിച്ചു. ആ 20 മിനിറ്റിന് ശേഷം ഫ്രാങ്കി ഡിയോങ്ങിനോട് പറയാം മിഡ്ഫീൽഡിൽ നിൽക്കും, ബോൾ എത്തിക്കും. കുബാർസി മാൻ പലപ്പോഴും ബോൾ ഇന്റർസെപ്റ്റ് ചെയ്യുക, ഭയങ്കര കാമായിട്ട് ആ ഫസ്റ്റ് പ്രസ് പോലും ബീറ്റ് ചെയ്ത് നമ്മളുണ്ട്. അഥവാ ചില സമയത്ത് ബോൾ റിസീവ് ചെയ്തിട്ട് ആ ഫസ്റ്റ് ടൈം ലൈൻ ബ്രേക്കിംഗ് പാസുകൾ, ആ ഫസ്റ്റ് ടൈം പാസുകൾ ഡെലിവറി ചെയ്യുക, അറ്റാക്സ് ക്വിക്ലി ഇനിഷ്യേറ്റ് ചെയ്യുക. വെറുതെ ഡിയോങ്ങിനോട് ബാക്കിലോട്ട് വന്നിട്ട് ബോൾ റിസീവ് ചെയ്തിട്ട് ക്യാരി ചെയ്ത് ഫ്രണ്ടിലോട്ട് എന്നിട്ട് നോ ടൈം വേസ്റ്റിംഗ്. കുബാർസി ഉണ്ട് ബാക്കിൽ, കുബാർസി ബോൾ റിസീവ് ചെയ്യുന്നു, ക്വിക്ലി ക്യാരി ചെയ്യുന്നു, ഡിയോങ്ങിന് മിഡ്ഫീൽഡിൽ നിൽക്കുന്നു. സോ അവിടെ ഒരു അഡ്വാൻറ്റേജ്, ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ്. ചില സമയത്ത് ബോൾ റിസീവ് ചെയ്യുന്നു, ആളുടെ ഫസ്റ്റ് ടൈം പാസസ്, ആ ടൈറ്റ് സ്പേസസിലൂടെയുള്ള പാസുകൾ. എനിക്ക് ഡൗട്ടാണ് 17-ാം വയസ്സിൽ ഈ ലെവലിൽ പെർഫോം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഡിഫൻഡറിനെ പ്രോബ്ലി ഞാൻ കണ്ടിട്ടില്ല. 17-ാം വയസ്സിൽ ഇത്രയും ഓൺ ദ ബോൾ അബിലിറ്റി കാണിക്കുന്ന, ഇത്രയും കാം ആൻഡ് കമ്പോസ് ആയ ഡിഫൻഡർ ഞാൻ ഈ ലെവലിൽ കണ്ടിട്ടില്ല. ഈവൻ ഐ എം മോർ ഇംപ്രസ്ഡ് ഓൺ കുബാർസി ഇതാണ് യമാൽ എന്ന് ഞാൻ പറയേണ്ടി വരും പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ. ബിക്കോസ് ബീങ് എ ഡിഫൻഡർ അറ്റ് ഏജ് ഓഫ് 17 സ്റ്റാർട്ട് ചെയ്യുക, മിസ്റ്റേക്സ് വരുത്താതിരിക്കുക, സൂപ്പർ. ആൻഡ് അതിനകത്ത് തന്നെ ഫ്രാങ്കി ഡിയോങ്ങിന് ഹയർ ഓഫ് കിട്ടുന്നു. സോ ഫ്രാങ്കി ഡിയോങ് ഫസ്റ്റ് ഹാഫിൽ അന്യായമായിരുന്നു ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് 20-25 മിനിറ്റ്സ് ആൾക്ക് ഡീപ്പിലോട്ട് വന്ന് ബോൾ കയറി ആളുടെ ആ സ്ഥിരം ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ബട്ട് അതിനുശേഷം തൊട്ട് പുള്ളിയുടെ ആ മിഡ്ഫീൽഡിലോട്ട് ബോൾ റിസീവ് ചെയ്യാൻ തുടങ്ങി. ആ മിഡ്ഫീൽഡിൽ നിന്ന് ഫൈനൽ തേർഡിലോട്ട് ക്യാരി ചെയ്യുക, അതിൽ ഡിയോങ്ങിനെ വെല്ലാൻ ആളില്ല. ആ രീതിയിലാണ് ആള് ഇന്നലെ ബോൾ ക്യാരി ചെയ്തതും ബോൾ പാസ് ചെയ്തും ലൈൻ ബ്രേക്കിംഗ് പാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. സോറി ഫോർ ദ സൗണ്ട്. മിഡ്ഫീൽഡിൽ നിന്ന് ഫൈനൽ തേർഡിലോട്ട് ബോൾ കൊണ്ടിരുന്നു, സൂപ്പർ. എന്നിട്ട് ഇന്നലെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഓൾവേസ് ഇതുപോലെ കളിക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ എല്ലാ മാച്ചിലും ഇതുപോലെ ചാൻസ് ക്രിയാണ്. ഗെറ്റാഫെ ഡിഫെൻസീവ്ലി വൺ ഓഫ് ദ എന്നാ പറയാ ഇന്നലെ മോശം ടാക്ടിക്സ് ആണ് എടുത്തത്. ഹൈലൈൻ കളിക്കുന്നത് നമ്മുടെ സ്ട്രെങ്ത് ആണ്. ഒപ്പോണൻസ് ഹൈലൈൻ കളിച്ചാൽ വി ഹാവ് മോർ സ്പേസസ് ടു അറ്റാക്ക്. ആൻഡ് അവരുടെ ഹാഫ് സ്പേസസ്, അതായത് റൈറ്റ് സൈഡിൽ സെന്റർ ബാക്കും റൈറ്റ് ബാക്കും ലെഫ്റ്റ് സൈഡിൽ സെന്റർ ബാക്കും ലെഫ്റ്റ് ബാക്കും തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലായിരുന്നു ഇന്നലത്തെ മാച്ചിൽ. നമ്മൾ ആ ഹാഫ് സ്പേസസ് കണ്ടിന്യൂസ് അറ്റാക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ധാരാളം സ്പേസുകൾ ഉണ്ടായിരുന്നു. കൂടാതെ നമ്മൾ കൂടുതൽ ഡയറക്റ്റ് ആയി കളിക്കാൻ തുടങ്ങി. ഫസ്റ്റ് 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്തിനാണ് ഇങ്ങനെ ബോൾ വെച്ച് കളിക്കുന്നത്. അവർ സ്പേസസ് ബാക്കി തരുന്നു. എപ്പോഴും നമ്മൾ എങ്ങനെ ഇങ്ങനെ പാസ് ചെയ്ത് കളിക്കണം. ഒപ്പോണൻസ് ബാക്കിൽ സ്പേസ് തരുന്നു. സോ ഡയറക്റ്റ് കളിക്കൂ. ആൻഡ് സാവി ഡിഡ് ദാറ്റ്.
ഡയറക്റ്റ് ബോൾസ് ഓവർ ദ ടോപ്പ് വരാൻ തുടങ്ങി, ജൂൾസ് കൊണ്ട് ഇടാൻ തുടങ്ങി, കുബാർസി ഇടാൻ തുടങ്ങി. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡ് ക്യാൻസലോ ബാക്കിൽ നിന്ന് ഇടാൻ തുടങ്ങി. സോ നമ്മൾ നോക്കാനാണെങ്കിൽ ആ ഒരു പാസുകൾ വരാൻ തുടങ്ങി. ഡയറക്റ്റ് ഈസി ആയിട്ട് അവരുടെ ഡിഫൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നു, കൂടുതൽ ഡയറക്റ്റ് കളിക്കാൻ സാധിക്കുന്നു. നമുക്ക് എപ്പോഴും ഇങ്ങനെ പൊസിഷൻ ചെയ്ത് കളിക്കണമെന്നില്ല. സോ ഡയറക്റ്റ് കളിക്കാൻ തുടങ്ങുന്നു, ചാൻസുകൾ വരുന്നു, റഫീനയുടെ ഗോൾ വരുന്നു. അതിനുശേഷം വീണ്ടും റഫീനയ്ക്ക് ഒരു ചാൻസ് കിട്ടുന്നു, മിസ്സാവുന്നു. ജോ ഫെലിക്സിന് ചാൻസ് കിട്ടുന്നു, മിസ്സാവുന്നു. അതിനുശേഷം റഫീനയുടെ ഒരു പുവർ പാസ്, അത് പുള്ളിക്ക് വേണം അടിക്കായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു ഹാട്രിക് ആയിട്ട് റഫീനയ്ക്ക് പോയത്. റഫീനയുടെ പെർഫോമൻസ് ഓവറോൾ വാസ് ഗുഡ്. എനർജിയുടെ കാര്യത്തിലാണ്ടും റൺസ് നടത്തുന്ന കാര്യത്തിലാണ്ടും പുള്ളി ഒരു ഗോളെ അടിച്ചുള്ളൂ, അതേ ഉള്ളൊരു കുഴപ്പം. മേനെ ഒരു 2 or 3 ഹാട്രിക് അടിച്ചിട്ട് പോകായിരുന്നു, അതും കൂടെ ആയിരുന്നു സൂപ്പർ. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ 1-0 വന്നു. സോ ഈസി ഒരു 3-0 4-0 ഫസ്റ്റ് ഹാഫിൽ വരുത്തായിരുന്നു. സോ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ നമ്മൾ ബോട്ടിൽ ചെയ്യുമോ. ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വരുന്നു ഈവൻ ഇംപ്രൂവ് ചെയ്തു ഫസ്റ്റ് ഹാഫിനേക്കാൾ. സോ ഇന്നലത്തെ മാച്ചിൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാവിന്റെ ഏറ്റവും വലിയ ക്രിറ്റിസിസം, അതോ നമ്മുടെ ടീമിലെ പ്ലേയേഴ്സിന്റെ ഏറ്റവും വലിയ ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത് തന്നെയാണ്, സ്റ്റാർട്ട് ചെയ്യും കുഴപ്പമില്ലാതെ പിന്നീട് ഗെയിമിൽ നിന്ന് ഔട്ടാവും. ഇന്നലെ നേരെ തിരിച്ചായിരുന്നു. സ്റ്റാർട്ട് അത്ര സൂപ്പർ അല്ലായിരുന്നു, നമ്മൾ ഗെയിമിൽ ഇംപ്രൂവ് ആയി. ഇൻ ഗെയിം സാവിയുടെ കൂടുതൽ ടാക്ടിക്കൽ അഡാപ്റ്റബിലിറ്റി കണ്ടു. സോ എഗൈൻസ്റ്റ് നാപ്പോളി നമ്മൾ ശരിക്കും ക്രിട്ടിസൈസ് ചെയ്തു ഫോർ മേക്കിംഗ് ദോസ് ചേഞ്ചസ്, ലേറ്റ് ആയിട്ട് ചേഞ്ചസ് വരുത്തുക, ഫെർമിൻ ലോപ്പസിനും വിക്ടർ റോക്കിനും ഒന്ന് അവസരം കൊടുക്കാതിരിക്കുക, നമ്മൾ ചെന്ന് അറ്റാക്ക് ചെയ്യുക അവരെ. നമ്മൾ 1-0 ലീഡ് എടുത്തിരിക്കുന്നു. സോ ഇന്നലെ ആൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഹി ഡിഡ് ദാറ്റ്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വി സ്റ്റാർട്ടഡ് വെൽ. ക്രിസ്ത്യൻസൺ ഫസ്റ്റ് ഹാഫിൽ സൂപ്പർ ആയിരുന്നു എന്ന് പറയുന്നില്ല. ക്രിസ്ത്യൻസൺ സ്റ്റാർട്ടഡ് സ്ലോലി, പക്ഷെ ഗ്രാജുവലി ഹി ഈസ് ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ ദ ഗെയിം. ക്രിസ്ത്യൻസിനോട് നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും. സോ ഫ്രാങ്കി ഡിയോങ് മിഡ്ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് ബൂസ്റ്റ് ഫോർ ക്രിസ്ത്യൻസൺ. സ്പേസസ് കിട്ടുന്ന കാര്യത്തിലാണല്ലോ, റൺസ് നടത്താനുള്ള കോൺഫിഡൻസിന്റെ കാര്യത്തിലാണ്. ഇന്നലെ നമ്മൾ കണ്ടു ആ ഒരു അസിസ്റ്റ്, ആ ഒരു റൺ നടത്തിയത് സൂപ്പർ അസിസ്റ്റ്, സൂപ്പർ റൺ. ജോ ഫെലിക്സിന്റെ ഗോൾ ആയിരുന്നു അത്. ആ ഒരു അസിസ്റ്റ് ഫ്രം ക്രിസ്ത്യൻസൺ, ആ റണ്ണ് നടത്തിയ ക്രിസ്ത്യൻസൺ. സോ ഇന്നത്തെ മാച്ചിൽ ക്രിസ്ത്യൻസൺ സെക്കൻഡ് ഹാഫിൽ ആളുടെ ഗെയിം, സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഞാൻ കൂടുതൽ ആഗ്രഹിച്ച ബാർസലോണയെ കാണാൻ സാധിച്ചു. നമ്മൾ കൂടുതൽ അവർ ഹാഫ് സ്പേസസ് ത്രൂ അറ്റാക്ക് ചെയ്യുന്നു, ഫെർമിൻ ലോപ്പസിനെ എടുക്കുന്നു, ഫെർമിൻ ലോപ്പസ് കൊടുക്കുന്ന എനർജി ആൻഡ് ആ ഒരു സ്പേസസിലൂടെ 1 ടച്ച് പാസുകളിലൂടെ നമ്മളാണെങ്കിൽ അവരുടെ ഡിഫൻസ് ബ്രേക്ക് ചെയ്യുന്നു. യെസ്, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അവർ ഡിഫൻസീവില് വളറബിൾ ആയിരുന്നു, അവരുടെ പ്രസ് വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലായിരുന്നു. പക്ഷെ എന്നാലും വി ഓപ്പൺ ദർ ഡിഫൻസ്, വി ഓപ്പൺ എന്താ പറയുക, നമ്മൾ അവരെ കംപ്ലീറ്റ്ലി നമ്മൾ നോക്കാനായിട്ടാണ് സെക്കൻഡ് ഹാഫ് നമ്മുടെ ഡോമിനേഷൻ ആയിരുന്നു. സെക്കൻഡ് ഹാഫിന് മേ ബി ടെർസ്റ്റഗന്റെ ഒരു സേവ് ഉണ്ടായിരുന്നു, അത് ബാറി തട്ടിപ്പോ, അല്ലാതെ വേറൊന്നും ഇല്ല, അവരൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാം. പിന്നെ ആ ഒരു സിറ്റർ നല്ല ഒരു ചാൻസ് പറയാൻ വേറെ ഉണ്ടായിരുന്നു, അത് അല്ലാതെ എടുത്തു പറയാനൊന്നുമില്ല. സോ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടത് ഡിയോങ്ങിന്റെ അഴിഞ്ഞാട്ടമാണെന്ന് പറയാൻ പറ്റും. ഡിയോങ്ങിന്റെ കാരണം ഫ്രാങ്കി ഡിയോങ് സെക്കൻഡ് ഹാഫിൽ പുള്ളിയുടെ സ്ട്രോങ്സ്റ്റ് ഏരിയാസിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ബാർസലോണയ്ക്ക് സാധിച്ചു. സോ ക്ലിയർലി എടുത്ത് കാണിക്കുന്നതാണ്, വി ഷുഡ് യൂസ് ഫ്രാങ്കി ഡിയോങ് ആസ് എ നമ്പർ 8 ഇഫ് പോസിബിൾ. മിഡ്ഫീൽഡിൽ ബോൾ ആൾക്ക് എത്തിച്ചു കൊടുക്കുക, ബിൽഡപ്പ് ഫേസിൽ വെറുതെ ഡിഫൻസിലോട്ട് വലിക്കണ്ട. വി ഹാവ് കുബാർസി, ജൂൾസ് കുണ്ടെ, ആർ ഗുഡ് ഇനഫ്, ബോൾ അവിടെ എത്തിക്കാനായിട്ട് ദേ ആർ ഗുഡ് ഇനഫ് അല്ലേ. സോ അതുപോലെ തന്നെ എടുത്ത് പറയാനാണ് ജോ ഫെലിക്സ് ഇന്നലെ ഒരു ഗോൾ അടിച്ചു. പക്ഷെ ആൾ കണ്ടിന്യൂസ് റൺസ് നടത്തുന്നതാണ്, ബോൾ വരാത്തതിൽ ആൾ ചില സമയത്ത് ഫ്രസ്ട്രേറ്റ് ആയിരുന്നു. പക്ഷെ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം അല്ലേ, എപ്പോഴും റൺസ് നടത്തുമ്പോൾ ബോൾ കൊടുക്കാൻ പറ്റുമോ, അത് ഓപ്പൺ അപ്പ് ആകുമ്പോൾ പ്ലേയേഴ്സ് കൊടുക്കും. സോ ആൾ ആ ഒരു ഫ്രസ്ട്രേഷൻ കാണിക്കുന്ന ഒന്ന് കുറയ്ക്കാം. പിന്നെ അതേ ഉള്ളൊരു പിന്നെ ലെവൻഡോസ്കി മാൻ എടുത്തു പറയണം, ലെവൻഡോസ്കി ഇന്നലെ ഗോൾ അടിച്ചിട്ടില്ല, ബട്ട് പ്രോബബ്ലി 9.5 ഔട്ട് ഓഫ് 10 പെർഫോമൻസ് ആണ്. ആൾ ഫ്രണ്ടിൽ ബാറ്റിൽ ചെയ്യുന്നു, ആൾ ഫ്രണ്ടിൽ ഇന്നലെ ഭയങ്കര അൺസെൽഫിഷ് ഗെയിം ആണ്. എനിക്ക് ലെവൻഡോസ്കിയുടെ അത് ശരിക്കും ഇഷ്ടപ്പെട്ടു. 1 ടച്ച് പാസുകളോട്ട് റിലീസ് ചെയ്യുന്നു, ആൾ ഡീപ്പിലോട്ട് വരുന്നു, സെന്റർ ബാക്സിനെ ട്രാക്ക് ചെയ്യുന്നു, നമ്മുടെ വിങ് ബാക്സിനെ ആ ഹാഫ് സ്പേസസിലൂടെ അറ്റാക്ക് ചെയ്യാനായിട്ട് സ്പേസ് പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നു, 1 ടച്ച് പാസിലൂടെ പുള്ളി റിലീസ് ചെയ്യുന്നു. ഇന്നലെ പ്രോബബ്ലി ലെവൻഡോസ്കി ഒരു ഹാട്രിക് അസിസ്റ്റ് ഒക്കെ കിട്ടേണ്ടതാണ്. നമ്മൾ കുറച്ചുകൂടെ ക്ലിനിക്കൽ ആയിരുന്നെങ്കിൽ നമ്മുടെ ജോ ഫെലിക്സും റഫീനയൊക്കെ. സോ ലെവൻഡോസ്കി, ഐ എം റിയലി ഇംപ്രസ് വിത്ത് ലെവൻഡോസ്കി. ആള് പഴയ ലെവൻഡോസ്കി വൈബ്സ് കാണിച്ച് തുടങ്ങുന്നുണ്ട്. ആ ലെവൽ എത്തിയെന്ന് ഒന്നുമല്ല പറയുന്നത്, ബട്ട് വൈബ്സ് കാണിച്ച് തുടങ്ങുന്നുണ്ട്, വിച്ച് ഈസ് എ പോസിറ്റീവ് തിങ് ഫോർ ബാർസലോണ. ആൻഡ് ഫെർമിൻ ലോപ്പസ് ബെഞ്ചിൽ നിന്ന് വന്നിട്ട് കൊടുത്ത എനർജി ആൻഡ് ആ ഗോൾ വരുന്നു. സോ ആ വിക്ടർ റോക്കിനെ ബെഞ്ചിൽ നിന്ന് ആൾ വരുത്തുന്നു. ചെറിയ താടി മുളപ്പിച്ച നമ്മുടെ പെഡ്രി ഇറങ്ങുന്നു. താടിയുള്ള പെഡ്രി ഇനി ഏത് വർഷം വരാൻ പോകുന്നത് നോക്കാം. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വിക്ടർ റോക്ക് ഇറങ്ങുന്നു, വിക്ടർ റോക്ക് ഒരു ഗോൾ അടിക്കുക എന്ന കുറച്ചുകൂടെ ഹാപ്പിയാണ്. ആ വിക്ടർ റോക്കിന്റെ ഷോട്ട് സേവ് ചെയ്ത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫ്രാങ്കി ഡിയോങ്ങിന്റെ ഒരു പാസ് ആണ് തോന്നുന്നു റിലീസ് ചെയ്ത്, അത് ഫെർമിൻ ലോപ്പസിലോട്ട് വരുന്ന ഫെർമിൻ ലോപ്പസ് സ്കോർ ചെയ്യുകയാണ്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അതും കൂടെ വിക്ടർ റോക്ക് അത് ഫിനിഷ് ചെയ്യാൻ കുറച്ചുകൂടെ പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയാൽ ഒരു ബൂസ്റ്റ് ആണ്. ആൻഡ് ഫ്രാങ്കി ഡിയോങ്ങിന്റെ ഗോൾ, തേർഡ് ഗോൾ ഫ്രാങ്കി ഡിയോങ്ങിന്റെ വക. അൺസെൽഫിഷ് പ്ലേ ഫ്രം റഫീന ഫ്രാങ്കി ഡിയോങ്ങിന് ഇട്ട് കൊടുക്കുന്നു. ഫ്രാങ്കി ഡിയോങ് സെക്കൻഡ് ഹാഫ് പ്രോബബ്ലി എങ്ങനെ ഫ്രാങ്കി ഡിയോങ്ങിനെ നമുക്ക് യൂസ് ചെയ്യാം, എവിടെ ഫ്രാങ്കി ഡിയോങ്ങിനെ ഇട്ട് കളിപ്പിക്കാം എന്നുള്ളതിന്റെ ഒരു
ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. സോ റെയർ പീസുകളാണ് ഇങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെ. ആളുടെ ഫുൾ സ്ട്രെങ്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു. ക്രിസ്ത്യൻസൺ പതുക്കെ സെക്കൻഡ് ഹാഫിലെ ക്രിസ്ത്യൻസൺ വാസ് ഗ്രേറ്റ്. സെക്കൻഡ് ഹാഫ് ഒരു 30-35 മിനിറ്റിന് ശേഷം തൊട്ട് കൈമില് ഗ്രേറ്റ്. പുള്ളി ഈ ഒരു റോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരുന്നു. ഏറ്റവും ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഫ്രാങ്കി ഡിയോങ് മിഡ്ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ ദാറ്റ്സ് വിൽ ബി എ ഹ്യൂജ് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ്. ക്രിസ്ത്യൻസിന് കുറച്ചുകൂടെ ബർഡൻ ഒഴിവാക്കി കിട്ടും. ആൻഡ് ഗുണ്ടകൻ ഇന്നലെ വന്ന അണ്ടർ റേറ്റഡ് പെർഫോമൻസ് ആയിരുന്നു. ഗുണ്ടകൻ ഇന്നലെ ഓവറോൾ ഗെയിമിൽ നിറഞ്ഞു കളിച്ച ഒരു പെർഫോമറാണ്. ശരിയാണ്, ആളുടെ പേര് ഹോൾസിലൊന്നും വന്നു കാണത്തില്ല, പക്ഷെ ആൾ ഇന്നലെ നിറഞ്ഞു കളിച്ചു. അണ്ടർ റേറ്റഡ് പെർഫോമൻസ്. പ്രസ്സിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ബോൾസ് ചെയ്യുന്ന ഇന്റർസെപ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അഗ്രഷൻ കാണിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഗുണ്ടകൻ വാസ് എക്സലന്റ്. എടുത്തു പറയേണ്ട കാര്യമാണ്. ആൻഡ് അവസാനം നമ്മൾ ഹെക്ടർ ഫോർട്ടിനെയൊക്കെ ഇറക്കുന്നു. ദാറ്റ് വാസ് സോ റിഫ്രഷിംഗ് ടു സീ. വിക്ടർ റോക്ക് വരുന്നു, ഫെർമിൻ ലോപ്പസ് വരുന്നു. സോ കംപ്ലീറ്റ് എന്താ പറയുക, ഒരു 9 out of 10 പെർഫോമൻസ് എന്ന് പറയാം. മേ ബി ആ ഒരു ഫസ്റ്റ് 20 മിനിറ്റ്സിലെ പെർഫോമൻസ് കൊണ്ട് മാത്രമേ ഒരു പോയിന്റ് ഡിറക്റ്റ്, അല്ലാതെ നോക്കാനാണ് ഒരു 9 out of 10 പെർഫോമൻസ് തന്നെ പറയാം. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് വി പെർഫോംഡ് വെൽ. ആൻഡ് ജൂൾസ് കുണ്ടെ വാസ് ഓൾസോ ഗുഡ്. എന്നാലും ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു അസിസ്റ്റോടെ കിട്ടേണ്ടതായിരുന്നു റഫീനെ അത് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ. സോ ആൻഡ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻസ് ടച്ച് ചെയ്യാൻ ഇന്നലെ നൈസായിരുന്നു. സോ ഓവറോൾ ഒരു സന്തോഷം തരുന്ന, മനസ്സിന് കുളിർമ തരുന്ന ഒരു പെർഫോമൻസ്. ആൻഡ് ഇത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചാൽ കമ്മിങ് വീക്സിൽ ഹൂ നോസ് ഇത് കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ഇതുപോലെ കളിക്കുക, മുന്നോട്ട് നീങ്ങുക, ജയിക്കുക. മുമ്പ് വരുന്ന കളികൾ ജയിക്കാൻ നോക്കുക, മുന്നോട്ട് നീങ്ങുക. മറ്റ് റിസൾട്ട്സ് നമ്മുടെ ഇതിനനുകൂലമായിട്ട് പോയാൽ ടൈറ്റിൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ജയിക്കുക, നമ്മൾ പെർഫോം ചെയ്യുക, നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാതെ മുന്നോട്ട് നീങ്ങുക. ലക്ക് ഉണ്ടെങ്കിൽ പലതും സംഭവിച്ചെന്ന് വരാം. പക്ഷെ ഗെറ്റാഫെ ആണ് ഈ ഒരു പെർഫോമൻസ് വെച്ച് നമ്മൾ അതർ ടീംസിനെതിരെ ഇതുപോലെ നമുക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റും, ഇതുപോലെ നമുക്ക് ചാൻസുകൾ കിട്ടും എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അവർ നമ്മുടെ സ്ട്രെങ്തിലാണ്, നമ്മുടെ സ്ട്രെങ്ത് ആണ് അതിലോട്ട് വന്ന് അവർ വീഴുകയുണ്ടായി. സോ അവർ അറ്റാക്കിങ് ഗ്രീൻവുഡ് ഫസ്റ്റ് ഹാഫിലെ കുറച്ച് ത്രെട്ട് പ്രൊവൈഡ് ചെയ്യുന്നല്ലാതെ 1-2-3 സിറ്റുവേഷനിലും എല്ലാം ഷോട്ട് എടുത്തല്ലാതെ വേറെ എടുത്തു പറയാനായിട്ടൊന്നും ഇല്ലായിരുന്നു. ആൻഡ് സോ ഹാപ്പി ഫോർ ദ പെർഫോമൻസ്. ആൻഡ് ഫ്രാങ്കി ഡിയോങ് മാൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഈ ഗെയിം പ്രോപ്പറായിട്ട് കാണിച്ചു. ആൻഡ് അനദർ തിങ് ഈസ് കുബാസി മാൻ, ഹി ഈസ് ഗുഡ്. ചെക്കനെ വിശ്വസിക്കാം. ബിൽഡപ്പ് ഫേസിൽ ചെക്കൻ പൊളിയാണ്. ചെക്കൻ്റെ ഗെയിം റീഡിങ് അബിലിറ്റി സൂപ്പറാണ്. ഹി ഈസ് ഓൺലി ഗോയിങ് ടു ഇംപ്രൂവ്. ആൻഡ് നമുക്ക് വിശ്വസിക്കാം ഫ്രാങ്കി ഡിയോങ്ങിനെ മിഡ്ഫീൽഡിൽ യൂട്ടിലൈസ് ചെയ്യാം. ജസ്റ്റ് ട്രസ്റ്റ് കുബാർസി, കുണ്ടെ, ഇനിഗോ മാർട്ടിനസ് വരുവാണെങ്കിൽ ഇനിഗോ മാർട്ടിനസ്, അറോഹോ, ഇവർ ബോൾ പ്ലേയിങ് അബിലിറ്റിയിൽ ട്രസ്റ്റ് ചെയ്യുക. ദേ ആർ ഗുഡ് പ്ലേയേഴ്സ്, ഗുഡ് ഇനഫ് ടു മേക്ക് ഷുവർ ദ ബോൾ മൂവ്സ് ടു ദ മിഡ്ഫീൽഡ്, റൈറ്റ്? സോ ഹാപ്പി വിത്ത് ദ പെർഫോമൻസ്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ആഴ്ചയും ഈ മേ ബി ഒരു 8-9 ദിവസം ഗ്യാപ്പാണ് ഈ നെക്സ്റ്റ് മാച്ചിന്. സോ അതുകൊണ്ടായിരിക്കും ഫ്രാങ്കി ഡിയോങ്ങിന് ഇന്നലെ റെസ്റ്റ് കൊടുത്തില്ല. സോ നമുക്ക് നോക്കാം. എന്തായാലും നെക്സ്റ്റ് വീക്കിലെ ഇതുപോലെ പെർഫോമൻസ് കാണാൻ പറ്റുവാണെങ്കിൽ സോ ഹാപ്പി.